അറിയില്ല ദൈവമേ എനിക്കെന്തു വേണമെന്ന്, അരുളുമോ ദൈവമേ ഞാനെന്തു വേണമെന്ന്. അറിയില്ല ദൈവമേ എനിക്കെന്തു വേണമെന്ന്, അരുളുമോ ദൈവമേ ഞാനെന്തു വേണമെന്ന്. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 39-ാം സങ്കീർത്തനം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് തീ പിടിച്ചു, എൻ്റെ ധ്യാനത്തെങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാതെ പോയിരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. നമ്മളെ വചനം കേൾപ്പിക്കുന്ന, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് തീ പിടിച്ചു, എൻ്റെ ധ്യാനത്തെങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ദൈവസന്നിധിയിൽ സംസാരിക്കുകയാണ്. യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാതെ പോയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യൻ്റെ ജീവിതമൊക്കെ ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് നമ്മൾ അറിയുന്നു. ഇന്ന് കണ്ട് നാളെ പാടുന്ന പൂക്കളാകുന്നു എന്ന് വചനം നമ്മളെ കേൾപ്പിക്കുന്നു. ആമേ, സ്തോത്രം. യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഒരു പക്ഷേ ഇപ്പോൾ എത്രയോ പേരുടെ മനസ്സിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ പല പല പ്രശ്നങ്ങളെ ചൊല്ലി ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാവും, ദൈവം എൻ്റെ ജീവനെ അങ്ങ് എടുത്താൽ മതിയായിരുന്നു. എന്തിനാണ് ജീവിക്കുന്നത്? ആർക്കൊരു ബുദ്ധിമുട്ടും വരുത്താതെ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. ഇതൊക്കെ ദൈവത്തോടും പ്രാർത്ഥിച്ചിട്ടാണോ ഇന്ന് ഈ ശുശ്രൂഷ കൂടുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ വേദന കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഓർക്കുക, കർത്താവ് നമ്മുടെ കൂടെയല്ലേ. കഷ്ടതയുടെ നടുവിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ ദൈവമക്കളെ, ബന്ധങ്ങൾ വേർപെട്ടു പോകും. കൈ വിട്ടിട്ട് പോകുന്ന ബന്ധങ്ങളേ ഉള്ളല്ല. എല്ലാവരും കൂടെ ഉണ്ടാകും, എപ്പോഴും കൂടെ ഉണ്ടാകും എന്നൊക്കെ നമ്മളൊക്കെ കരുതും. പക്ഷേ നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറി വരുമ്പോൾ, കഷ്ടതയും നിന്നയും പരിഹാസവും കയറി വരുമ്പോൾ പിടിച്ച കൈ കുടഞ്ഞിട്ടിട്ട് മാറി പോകുന്നൊരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കഷ്ടതയുടെ നടുവിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവം നമ്മുടെ കൂടെയാണ്. എത്ര കണ്ണുനീരിൻ്റെ അനുഭവം വന്നാലും ദൈവമക്കളെ, തളർന്നിരിക്കുകയായിരിക്കാം, പക്ഷേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആ കർത്താവിൻ്റെ പാദപീഠത്തിലേക്കൊന്ന് താഴ്ത്തി വെച്ചിട്ട് ഇപ്പോൾ വിഷയത്തിൻ്റെ മുമ്പിൽ ദൈവസന്നിധിയിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് മാത്രമാണ്. കർത്താവെ, പ്രശ്നങ്ങളെ എല്ലാം ഞാൻ നിൻ്റെ പാദപീഠത്തിൽ വെച്ചു. ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ ദൈവം എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, കൈവിടാത്ത ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. നമ്മളെക്കൊണ്ട് ദൈവത്തിന് ഒത്തിരി ആവശ്യമുണ്ട്. ദൈവമക്കളെ, ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, മടങ്ങി വരാനൊരു മനസ്സ് മാത്രം മതി. എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടാണ് വന്നതെന്നോ, ഏതെല്ലാം നഷ്ടങ്ങൾ വരുത്തിയിട്ടാണ് വന്നതെന്നോ ഒന്നും എൻ്റെ കർത്താവ് ചോദിക്കുകയില്ല. മകനെ, മകളെ എന്നുള്ളൊരു ചോദ്യം എൻ്റെ കർത്താവ് നമ്മുടെ കാതിൽ പറയും. ദൈവമക്കളെ, എനിക്ക് നിന്നെ വേണമെന്ന്. കേൾക്കുന്നുണ്ടോ? ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? കാതിൽ കേൾക്കുന്നുണ്ടോ? കർത്താവ് നമ്മളോട് പറയും. ദൈവമക്കളെ, ക്രിസ്തുവിന് വേണ്ടി മടങ്ങി വരുന്നൊരു മനസ്സുണ്ടെങ്കിൽ ദൈവമക്കളെ കേൾക്കുക. കർത്താവ് നമ്മളോട് പറയും, എനിക്ക് നിന്നെ വേണമെന്ന്. കൈവിടാത്തൊരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഒന്ന് നോക്കിയാൽ ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളാണ് മനുഷ്യ ജീവിതം. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാതെ പോയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയേ ഉള്ളൂ. എപ്പോഴാണ് നമ്മുടെ പ്രാണനെ ദൈവം എടുക്കുന്നത് നമുക്കറിയത്തില്ല. ദൈവമക്കളെ, എൻ്റെ കർത്താവ് നമുക്ക് ശ്വാസം തന്ന ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, അത് തിരിച്ചെടുക്കുന്നത് വരെ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കഷ്ടതയും കണ്ണുനീരും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പോഴും, എല്ലാവരും കൈവിട്ടിട്ട് പോയപ്പോഴും, ഇനി സഹായിക്കാൻ ആരുമില്ല, ഇനി ജീവിക്കുന്നത് എന്തിന് എന്ന് നമ്മൾ ചോദിച്ച് സങ്കടപ്പെട്ടപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ബലം നൽകിക്കൊണ്ട് പ്രത്യാശയുടെ മനസ്സ് തന്ന് ചേർത്ത് നിർത്തിയ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ തന്നെയുണ്ട്. കൈവിടാത്തൊരു ദൈവം.
നമ്മുടെ കൂടെ തന്നെയുണ്ട്. യേശു നമുക്ക് മതിയായവനാണ്. ആമേ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറെ സങ്കടങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർത്താവെ, ഒരു സ്നേഹത്തിൻ്റെ വാക്ക് കേൾക്കാൻ കൊതിച്ചുകൊണ്ട്, ഒരു കരുതലിൻ്റെ കർത്താവെ സ്വാന്തനം കേൾക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവെ ചേർത്ത് നിർത്തുന്ന ആ സ്നേഹത്തെ ഓർത്തുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഇരിക്കുന്ന മക്കൾ എത്രയോ പേര് ഇതിനകത്തുണ്ട് കർത്താവെ. എല്ലാവരും മാറിപ്പോയപ്പോഴും മാറാത്തവൻ കൂടെയുണ്ടെന്ന് നിൻ്റെ മക്കൾ ഇന്ന് ഇപ്പോൾ തന്നെ തിരിച്ചറിയേണ്ടതിന് ഈ പ്രാർത്ഥനയിലൂടെ നിൻ്റെ മക്കളെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. മനസ്സിൻ്റെ എല്ലാ വേദനകളും കർത്താവ് എടുത്തു മാറ്റിക്കൊണ്ട് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ ഇനി എത്ര നാളാണ് കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ളത്? അത്രയും നാളും കർത്താവെ, ഈ കിട്ടിയ ആരോഗ്യം കൊണ്ട്, ഈ കിട്ടിയ അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എൻ്റെ കർത്താവെ, ഈ പ്രത്യാശ നിറഞ്ഞ പ്രാർത്ഥന ദൈവം അവിടുന്ന് സ്വീകരിച്ച് എല്ലാവരും ദൈവം അനുഗ്രഹിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.